ഞാൻ ഒരു യഥാർത്ഥ കഥ നിങ്ങളോട് പങ്കുവെക്കുകയാണ്. കഥയുടെ പേര് എൻ്റെ ഗുരുനാഥൻ. വിശക്കുന്നു, ചോറ് വാങ്ങാൻ 10 രൂപ തരാമോ? കടയിൽ സാധനം വാങ്ങാൻ നിൽക്കുന്ന ഒരാളോട് ഒരു പ്രാകൃത വേഷക്കാരൻ ചോദിച്ചു. കയ്യിലൊരു വടിയുണ്ട്. മറ്റാരോടും ചോദിച്ചില്ല. അയാൾ കൊടുത്ത കാശ് വാങ്ങി സ്വയം പിറുപിറുത്തുകൊണ്ട് പോയി. ഞാൻ മനസ്സിലോർത്തു, എൻ്റെ ഗുരുനാഥനല്ലേ, ഞാനും കൊടുത്താലോ? കൊടുത്താൽ എന്നെ തെറി പറഞ്ഞാലോ? ഹേയ്, വേണ്ട. ആ പഴയ ഓർമ്മയിൽ എന്നെ ഓർമ്മ വന്നാലോ തല്ലിയ കാര്യങ്ങളൊക്കെ. വടിയുണ്ട് കയ്യിൽ. അല്ലെങ്കിൽ വേണ്ട. കൊടുക്കാൻ ഒരുങ്ങിയെങ്കിലും ഞാൻ മടിച്ചു. സാധനങ്ങൾ വാങ്ങി വീട്ടിൽ വന്നു. സാറിൻ്റെ ഓർമ്മകൾ നടക്കുമ്പോഴും എന്നെ അലട്ടിക്കൊണ്ടേയിരുന്നു. അമ്മയോടും ഇക്കഥ പറഞ്ഞു. ഞാൻ 8ാം ക്ലാസ്സിൽ പഠിക്കുന്ന സമയമാണ്. പണ്ട് തുണിസഞ്ചിയുമായിട്ടാണ് ഞാൻ ക്ലാസ്സിൽ പോകുന്നത്. ട്യൂഷൻ സെൻറ്ററിലും അങ്ങനെയാണ്. ഞാൻ ട്യൂഷൻ സെൻറ്ററിൽ ബെഞ്ചിൻ്റെ അറ്റത്താണ് ഇരിക്കുന്നത്. ഈ തുണിസഞ്ചിയും തൂക്കിയിട്ട ഇരിക്കുക പതിവ്. ഇത് നടക്കണ ദിവസം അപ്പുറത്ത് മലയാള അധ്യാപകൻ കവിത പഠിപ്പിക്കുകയാണ്. നന്നായി ഈണത്തിൽ ചെല്ലുന്നുണ്ട്. കനകച്ചീലങ്ക കീലുങ്ങി കീലുങ്ങി കാഞ്ചേന കാഞ്ചി കൂലുങ്ങി കൂലുങ്ങി. ഇതാണ് പഠിപ്പിക്കുന്ന പദ്യഭാഗം. പെട്ടെന്ന് കോപാകുലനായ ഗുരുനാഥൻ നമ്മുടെ ക്ലാസ് മുറിയിലേക്ക് ഓടി വന്നു. എൻ്റെ സുഹൃത്തുക്കൾ ചിരിച്ചു ബഹളം കൂട്ടി. അതാണ് പ്രശ്നം. പക്ഷെ സദാ ചിരിക്കണ ഞാൻ അന്ന് മിണ്ടാതാണ് ഇരുന്നത്. പക്ഷേ കോപാകുലനായ സാർ എല്ലാവരെയും തല്ലി. പക്ഷെ സാറ് വരുന്ന സമയം തന്നെ ബെഞ്ചിൻ്റെ അറ്റത്ത് ഞാൻ ഇരിക്കുകയായിരുന്നു. ആദ്യം തല്ലിയത് എന്നെയായിരുന്നു. തല്ലിയ മാത്രമല്ല, എൻ്റെ കൈക്ക് പിടിച്ചു നുള്ളി. കൈ മുറിഞ്ഞു. ഞാനോ വേദന കൊണ്ട് കരയാൻ തുടങ്ങി. സാറ് എല്ലാവരെയും തള്ളിയതിന് ശേഷം എൻ്റെ കൂട്ടുകാരി ലിനിയുടെ മുഖത്ത് നോക്കിയിട്ട് പറഞ്ഞു, തൂക്കിയെടുത്ത് തറയിലടിച്ചേനെ, മര്യാദയില്ലേ എന്ന് പറഞ്ഞു. കാരണം ശിക്ഷിച്ചത് അവളാണ്. എൻ്റെ പ്രശ്നം മുതിർന്നവർക്ക് വലിയ പ്രശ്നമായി മാറി. അവർ പ്രിൻസിപ്പലിനോട് പരാതി പറഞ്ഞു. പിന്നെ ആ വർഷം കഴിഞ്ഞു ഞാൻ അവിടെ നിന്ന് പടിയിറങ്ങി. പിന്നീട് ഞാനറിഞ്ഞ വാർത്ത സാർ അവിടെ നിന്ന് അധ്യാപനം നിർത്തിയെന്നാണ്. വർഷങ്ങൾക്ക് ശേഷമാണ് ഞാൻ കവലയിൽ നിൽക്കുമ്പോൾ സാറിനെ കാണുന്നത്. ഇന്ന് പ്രാകൃത വേഷനായി നടക്കുകയാണ്. ഡബിൾ മാസ്റ്ററിന് ബിരുദം നേടിയ വ്യക്തിയാണ്. വിവാഹം കഴിച്ചു. ആരോ പറഞ്ഞു ഭാര്യ പിണങ്ങിപ്പോയി. സ്വയം ചിന്തകൾ കൂടിയായപ്പോൾ സമതല തെറ്റി നടക്കുകയാണ്. ഞാൻ പലപ്പോഴും വിചാരിക്കും, എങ്ങനെയാ തൻ്റെ ഗുരുനാഥനെ രക്ഷിക്കുക? ഞാൻ താമസിക്കുന്നത് കേരളത്തിലാണ്. സാറ് താമസിക്കുന്നത് തമിഴ്നാട്ടിലുമാണ്. പെങ്ങന്മാരുണ്ട്. കൂലിക്കാരായ ഫാമിലിയാണ്. എങ്ങനെയാണ് ഇയാളെ നോക്കാൻ കഴിയുന്നത്? അതായിരിക്കാം അവരും പിന്തിരിയുന്നത്. അതോ അവിടെ ഭർത്താക്കന്മാർക്ക് നാണക്കേട് കൊണ്ടാണോ മാനസിക രോഗാശുപത്രി കൊണ്ടുപോകഞ്ഞത്? ആ രാത്രി എൻ്റെ മനസ്സ് വല്ലാതെ നൊന്തു. പല കാര്യങ്ങൾ ആവർത്തിച്ച് ചോദിച്ചു. യാത്രക്കിടയിലാണ് പലപ്പോഴും ബസ് സ്റ്റോപ്പിൽ നിൽക്കുന്ന സമയത്തും ഞാൻ അലഞ്ഞു തിരിയുന്നത് കാണുന്നത്. പലപ്പോഴും തന്നെ തിരിച്ചറിഞ്ഞാലോ? ഹേയ്, അത്തരം ഓർമ്മയില്ല. മറ്റധ്യാപകരെക്കാൾ സുന്ദരനാണ്. പണ്ട് ക്ലാസ് മുറിയിൽ നന്നായി മലയാള പദ്യഭാഗം ഞങ്ങൾക്ക് പഠിപ്പിക്കുമ്പോൾ നമ്മൾ എല്ലാവരും ശ്രദ്ധിച്ചിരുന്ന ഓർമ്മമായിരുന്നില്ല. കാലം ഒരു ഓർമ്മ തന്നെ തരികയാണ്. പലപ്പോഴും ഈ ഗുരുനാഥനൊപ്പം പഠിപ്പിച്ച അധ്യാപകരെ കാണാറുണ്ട്. അപ്പോൾ അശോകൻ സാറിനെ ഇവർക്കാർക്കും രക്ഷിച്ചുകൂടെ എന്ന് ഓർക്കും. ചില സമയം നോക്കിയാൽ കൃഷ്ണൻ ഓടക്കുഴൽ വായിക്കും പോലെ വടിയും പിടിച്ച് കവലയ്ക്ക് നിൽക്കുന്നത് കാണാറുണ്ട്. പലപ്പോഴും ഇയാളെ രക്ഷിക്കാൻ മനസ്സ് തിടുക്കം കൂട്ടുന്നുണ്ട്. പ്രത്യേകിച്ചും അധ്യാപകൻ ഇത്തരത്തിൽ നടക്കുന്നത് കാണുമ്പോൾ ഭഗവാനോട് തന്നെ സ്വയം ഞാൻ കേൾക്കാറുണ്ട്. ദൈവമേ, നീ എന്തിനാ ഇങ്ങനെ? കണ്ണു കാണാത്തവനാണോ? ഒരിക്കൽ എൻ്റെ സുഹൃത്തിനോട് ഇക്കഥ പറഞ്ഞു. പക്ഷേ
അതിനായി പലരും ശ്രമിച്ചു, നടന്നില്ല. അയാളെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയാലും ഇറങ്ങി ഓടും, അത് ശരിയാകില്ല അയാൾക്ക്. ഇതാണ് എൻ്റെ സുഹൃത്ത് പറഞ്ഞ മറുപടി. അപ്പോഴും എൻ്റെ മനസ്സ് വേദനിച്ചു. എന്താ, ഈ സാറിനെ രക്ഷിക്കാൻ ആർക്കും ഒരു കരുണയും ഇല്ലേ? അധ്യാപനത്തിൻ്റെ ഓർമ്മയിറങ്ങുന്നു ഇന്നും ആ മനസ്സിൽ. താൻ പഠിപ്പുള്ളവൻ എന്ന് തോന്നുമാറ് ഷർട്ടിൻ്റെ പോക്കറ്റിൽ 2-3-4 പേനയും തിരികെയാണ് വരിക. രാവിലെ എത്തും കവലയിൽ. അവിടെ നിന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കും. മറ്റാരെയും ശല്യം ചെയ്യില്ല. കുറച്ചു നേരം വന്ന ഒറ്റ നിൽപ്പാണ്. നടന്നു മടുക്കുമ്പോൾ ഒരൊറ്റ പോക്കാണ്. അതോ വടിയും വീശി വീശി പോകും. ആരും ഒന്നും പറയില്ല. വീടിരിക്കുന്നിടം നോക്കിയായിരിക്കാം ആ പോക്ക്. സാറാകെ മെലിഞ്ഞിരിക്കുന്നത് വസ്ത്രത്തിൻ്റെ നിറമങ്ങലും കണ്ടു സങ്കടം വരാറുണ്ട്. കാരണം പണ്ട് ക്ലാസ്സിലെത്തുമ്പോൾ എന്തു രീതിയിലാണ് സാറ് വരുന്നത്. ഗുരുവിൻ്റെ ശാപം വാങ്ങരുതെന്ന് പലരും പറയും. എന്നാൽ എൻ്റെ മനസ്സിൽ ഓർമ്മ വന്നത്, തെറ്റ് ചെയ്യാതെ എന്നെ അടിച്ചു, എൻ്റെ കൈനുള്ളി മുറിച്ചു. അടിച്ചപ്പോൾ ഞാൻ കരഞ്ഞതും ശാപമായോ? ഏയ്, അങ്ങനെയാവില്ല. എന്നാലും അന്ന് ഞങ്ങളെ അടിച്ച ഗുരുനാഥനാണ് ഈ നടക്കുന്നത്. പക്ഷേ എന്നാലും എൻ്റെ മനസ്സിൽ ഒത്തിരി വേദന വരാറുണ്ട്. എൻ്റെ ഗുരുനാഥനല്ലേ. ഞാൻ ക്ഷമിച്ചു. ബസ് സ്റ്റോപ്പിൽ നിൽക്കുന്ന പലരോടും ഞാൻ പറയും, അതെൻ്റെ ഗുരുനാഥനാണ്. ആ കേട്ടവർ പലരും പറഞ്ഞു, മുഴുവട്ടന. ഈ പദം പോലും നോക്കി എത്ര തമാശ പോലെയാ നമ്മൾക്ക്. ഇവർ മറ്റുള്ളവർ പറയുന്നതൊന്നും അറിയുന്നില്ല. ചില പറയും, പാവം. മറ്റു ചിലവർ എങ്ങനെ പറയും, ഇവരെ നന്നാക്കാൻ വേറെ പണിയില്ലെന്നില്ലേ. പലരും അങ്ങനെ പറഞ്ഞു പിൻവാങ്ങുന്നു. ഇതുപോലെ തള്ളപ്പെടുന്ന എത്രയെത്ര ജീവിതങ്ങളാണ്. അവർക്ക് സാന്ത്വനം നൽകുവാൻ ആരുണ്ട്? വെയിലും മഴയും അറിയാതെ എങ്ങോട്ടുന്നില്ലാതെ അവരെല്ലാവരും നടക്കുകയാണ്. ചിലർ വളർന്ന വീട് വിട്ട് നാട് വിട്ട് പോകാറില്ല. മറ്റുള്ളവർ വീടും നാടും വിട്ടാണ് ഓടുക. ഞങ്ങൾക്ക് അക്ഷര വെളിച്ചം പകർന്നു തന്ന ഗുരുനാഥൻ ഇന്ന് തെരുവോരങ്ങളിൽ കൈനീട്ടി യാചിക്കുകയാണ്. ആ കൈകൊണ്ട് ദക്ഷിണ വാങ്ങേണ്ടതിന് പകരം ഭക്ഷണത്തിന് യാചിക്കുകയാണ്. ആ കിട്ടുന്ന കാശ് കൊടുത്ത് ആഹാരം വാങ്ങി കഴിക്കും. പലരും ഇത് കാണുമ്പോൾ കാശ് വാങ്ങാതെ കൊടുക്കും. ചോദിക്കുന്നത് എന്തും. അങ്ങനെ രാവും പകലും തള്ളി നീക്കുകയാണ്. നാളെ എന്തെന്നറിയാതെയുള്ള നടപ്പ്. കയ്യിൽ വടിയും പിടിച്ച് ഇപ്പോഴും താൻ അധ്യാപകനാണെന്ന് മാത്രമുള്ള ചിന്തയും പിറുപിറുപ്പുമാണ്. വീണ്ടും മാസങ്ങൾ കഴിഞ്ഞു. കാണാതായി. എൻ്റെ മനസ്സിൽ പല ചോദ്യം വന്നു. എൻ്റെ ഗുരുനാഥന് എന്തെങ്കിലും സംഭവിച്ചോ? എന്താ കാണാത്തത്? ഞാൻ പലരോടും തിരക്കി. ആർക്കും അറിയില്ലെന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ അമ്മയെ കൊണ്ട് പെങ്ങളോട് ചോദിച്ചു. അപ്പോൾ അറിഞ്ഞത് അവരും നാട്ടുകാരും ഗുരുക്കന്മാരും എല്ലാവരും ചേർന്ന് സാലിനെ വീണ്ടും ഹോസ്പിറ്റലാക്കിയെന്നാണ്. ഇപ്പോൾ അവിടെയാണവൻ. സുഖമായിരിക്കുന്നു പണ്ടത്തേക്കാൾ. അതറിഞ്ഞപ്പോൾ സുഖമായില്ലെങ്കിലും എൻ്റെ മനസ്സിൽ ഒരാശ്വാസം വന്നു. ഇങ്ങനെ അലഞ്ഞു തിരിയുന്നത് ഇനി കാണണ്ടല്ലോ. ദൈവങ്ങൾക്ക് ഞാൻ നന്ദി പറഞ്ഞു. കാരണം എനിക്കാകാഞ്ഞത് മറ്റൊരാൾക്കായി. നമ്മുടെ സമൂഹത്തിൽ പലതരത്തിലും ഒറ്റപ്പെടുന്നവരുണ്ട്. നാം അവരെ തിരിച്ചറിയുക. ഒരല്പം കരുണയും കനിവും അവരോട് കാട്ടുക. മറ്റൊന്നും കൊടുക്കാനില്ലെങ്കിലും അവർക്കായി ഒന്ന് പ്രാർത്ഥിക്കുകയെങ്കിലും ചെയ്യുക. താങ്ക് യു മൈ ഡിയർ ഓൾ ഫ്രണ്ട്സ്. ബൈ. സുനിത രാജൻ.